பாவத்துக்கு மரித்தவர்கள் தான் ஜெயாளிகளாக மாற முடியும். பாவத்தில் மரித்தவர்கள் மாத்திரமே ஜெயாளிகளாய் மாறுவார்கள். இந்த காலத்தில் നമ്മുടെ സഭയിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും ஆகாரிகளில் சபையில் எத்தனை பிரதிசந்திகள் வந்தாலும் ആര് നമുക്ക് വിരോധமாக പേസിനാലും പോരാടിനാലും ആര് നമുക്ക് എതിരായിട്ട് പ്രവർത്തിച്ചാലും പോരാടിയാലും സംസാരിച്ചാലും സണ്ടയെ പോട മാട്ടോം. നാം അവരോട് വഴിക്കിടാറില്ല. അവർക്ക് വിരോധமாக കേസ് പോട മാട്ടോം. അവർക്കെതിരായി കേസ് കൊടുക്കാറില്ല. പോലീസ് സ്റ്റേഷനിൽ പോക മാട്ടോം. പോലീസ് സ്റ്റേഷനിൽ പോകാറില്ല. அந்த வைராகி நம் மனதில் வைத்துக் கொள்வதில்லை. ആ പക മനസ്സിൽ വയ്ക്കാറില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. தேவசித்தம் என்று சொல்லி நாம் அதை தேவனுடைய சமூகத்தை விட்டு விடுகிறோம். അത് ദൈവ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കും. കാരണം നാം പാപങ്ങൾക്ക് മരിച്ചோம். കാരണം നമ്മൾ പാപത്തിൽ വൈരാഗ്യങ്ങൾക്ക് മരിച്ചோம். പകയ്ക്ക് മരിച്ചവർ. പകയ്ക്ക് മരിച്ചோம். വിദ്വേഷത്തിൽ മരിച്ചവർ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த നിലവാരത്തെ നാം കാത്തുകൊള്ള வேண்டும். ആ അവസ്ഥയെ സൂക്ഷിക്കണം. அப்படி ജീവിത്താൽ ഇങ്ങനെ ജീവിച്ചാലേ നാം ജയാളികളാக മാറ നമുക്ക് ആ ജയാളികളാകുവാൻ കഴിയും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அடுத்தபடியாக അടുത്ത ഘട്ടമായി அப்போ எந்த அளவுக்கு மரிக்கிறோமோ அந்த அளவுக்கு நமக்கு ஜெயம். എത്രത്തോളം മരിക്കുന്നു അത്രത്തോളം ജയം. இனி நான் முன்னமே சொன்னது போல നമുക്ക് പറഞ്ഞതുപോലെ ஒரு ஜெயாளியாக மாற்றப்பட வேண்டுமானால் ജയാളിയായി മാറണമെങ്കിൽ 119 சங்கீதம் 11 வசனத்தின்படி 119 സങ്കീർത്തനം 11 உமது வார்த்தையை நான் எனக்குள் உமக்கு விரோதமாக பாவம் செய்யாதபடிக்க உமது வார்த்தையை நான் எனக்குள் வைத்து നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. தேவனோட வார்த்தை நமக்குள் கிரிய செய்ய வேண்டும். ദൈവവചനം നമ്മിൽ പ്രവർത്തിക്കണം. அந்த வார்த்தைகள் கிரிய செய்ய வேண்டும். ആ വചനങ്ങൾ അവിടെ പരിവർത്തിക്കണം. அநேக வார்த்தைகள் நமக்கு தெரியும். അനേക വചനങ്ങൾ നമുക്കറിയാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த வார்த்தையின்படி நாம் செய்ய வேண்டும். ആ വചനപ്രകാരം ചെയ്യണം. ரோமர் 2 அதிகாரம் 13-14 வசனத்தின்படி പ്രവാചകൻ 2:13-14 പ്രകാരം என்ன வாசிக்கிறோம்? ரோமர் 2 அதிகாரம் 13-14 வசனத்தின்படி வாசிங்க. நியாயப்பிரமாணத்தின்படி செய்கிறவனே நீதிமானாக்கப்படுவான் என்று வாசிக்கிறோம். நியாயப்பிரமாணத்தை கேட்கிறவன் தேவனுக்கு முன்பாக நீதிமான்கள் அல்ல. நியாயப்பிரமாணத்தின்படி செய்கிறவனே நீதிமான்கள் ஆக்கப்படுவீர்கள். எந்த அளவுக்கு வசனத்துக்கு நாம் கீழ்ப்படிந்து ஜீவிக்கிறோமோ உபதேசத்தின்படி ஜீவிக்கிறோம். அந்த ஜீவியத்துக்கு ஏற்றபடிதான் ஜெயம். எனக்கு 1000, 2000, 3000 வசனங்கள் ஒருவேளை தெரியும். 1985 ஆண்டுல 1985 அடையாறில் ஒரு சில்ட்ரன்ஸ் கன்வென்ஷன் நடந்தது. அது வசன போட்டி உண்டு. தேவனுக்கு மகிமை. வசன போட்டிக்கு 1000க்கு மேல வசனங்கள் படித்து வருவார்கள். ഈ വാക്യ മത്സരത്തിന് ആയിരക്കണക്കിന് വാക്യങ്ങൾ പഠിച്ചു വരും. ഒരു വസനം சொன்னது திருப்பி சொல்லக்கூடாது. ഒരു വാക്യം പറഞ്ഞാൽ പിന്നീട് അത് മറ്റേ പറയാൻ പറ്റില്ല. தேவனுக்கு மகிமை. അതിനാൽ ആയിരക്കണക്കിന് വസനങ്ങൾ പഠിച്ചു വരുവാർ. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വാക്യങ്ങൾ 3 നാളായും 3 ദിവസമായിട്ടും വസന പോട്ടിക്ക് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ഫോർത്ത് പ്രൈസ് കൊടുക്ക முடியவில்லை. ഈ വാക്യ മത്സരത്തിൽ ആദ്യത്തെ 4 സ്ഥാനക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. 3-ാം നാളാச்சு. 3-ാം ദിവസം പാസ്റ്റർ ഫിലിപ്പ് ചാണ്ടപിള്ള പറഞ്ഞു, നേരമായി വിട്ടത്, സമയമൊക്കെ കടന്നു പോകുന്നു, ജനങ്ങളെ പിരിക്കണം, ആളുകളെ പറഞ്ഞു വിടണമല്ലോ, പലയിടങ്ങൾക്ക് പോക വേണ്ടി, പല സ്ഥലങ്ങളിൽ പോകണം. അതിനാൽ ജനങ്ങളെ അനപ്പ വേണ്ടി നേരമായി വിട്ടത്. ആളുകൾ പറഞ്ഞു വിടാറാണ്. 4 പേർക്കും ഫസ്റ്റ് പ്രൈസ് കൊടുക്കും. ഈ 4 പേർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കും. അപ്പോൾ നമ്മുടെ സെക്രട്ടറി KJ വർഗീസ്, അന്ന് സെക്രട്ടറി KJ വർഗീസ് ആണ്. ഓതറയിലുണ്ടായിരുന്ന KJ വർഗീസ്, ഓതറക്കാരനായ KJ വർഗീസ്, അവൻ ഒരു റെയിൽവേ പെരിയ മാനേജർക്ക് സ്റ്റെനോവാக കാണപ്പെട്ട അന്നത്തെ റെയിൽവേയിലെ ഒരു വലിയ മാനേജർ സ്റ്റെനോ ആയിരുന്നു. അവിടുത്തെ നമ്മുടെ സെൻട്രൽ സ്കൂൾ സെക്രട്ടറി. താനാണ് സെൻട്രൽ സ്കൂൾ സെക്രട്ടറി. ரொம்ப സ്ട്രിക്റ്റാன മനുഷ്യൻ, വളരെ കർക്കശക്കാരനാണ്. ദേവനുக்கு ദൈവത്തിന് മാത്രം. അവർ சொன்னார், சரி பாஸ்டர் அப்படியே செய்வோம். ശരി പാസ്റ്റർ, അങ്ങനെ ചെയ്യും. ഈ 4 പേരിൽ ഒരു പയ്യൻ പോയി. 4-ൽ ഒരു ആൺകുട്ടി, അവന്റെ പേര് ജോഷുവ. എന്റെ പേര് ജോഷുവ. അവനിപ്പോ അബുദാബിയിൽ വേല ചെയ്യും. അബുദാബിയിൽ ജോലി ചെയ്യും. ദേവനുக்கு മഹിമ. ദൈവത്തിന്. അവന്റെ വീട് തഞ്ചാവൂർ. അവന്റെ അപ്പ പേര് മോസസ്. എന്റെ പേര് മോസസ്. മോസസിന്റെ കുമാരൻ തഞ്ചാവൂർ. മോസസിന്റെ മകൻ ജോഷുവ.
അതന്നെ ഇല്ല പാസ്റ്റർ ഞങ്ങൾ എത്രയോ വസനങ്ങൾ പഠിத்து വന്നിരുக்கிறோம். എല്ലാ മാസവും ഞങ്ങൾ ഇത്ര വാക്യം പാടുപെട്ട് പഠിച്ചിട്ട് വന്നതാണ്. ഒരുവനക്ക് தான் ഫസ്റ്റ് പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് ഒരാൾക്ക് മതി, അടുത്ത ആൾക്ക് സെക്കൻഡ് പ്രൈസ്, അടുത്ത ആൾക്ക് സെക്കൻഡ്, അടുത്ത ആൾക്ക് തേർഡ് പ്രൈസ്, അടുത്ത ആൾക്ക് തേർഡ്, അടുത്ത ആൾക്ക് കൺസലേഷൻ. പിന്നെ ആൾക്ക് ഒരു അസാന്തര 4 പേർക്കും ഫസ്റ്റ് പ്രൈസ് കൊടുக்க முடியாது. 4 പേർക്ക് ഫസ്റ്റ് പ്രൈസ് அப்ப പറ്റും. ഇവരെ ഞാൻ என்ன செய்வேன்? എന്ത് ചെയ്യും? അവരെ അനക്കത്തെ പാസ്റ്റർ അവരൊക്കെ പോട്ടെ, ജനങ്ങൾ പോട്ടെ, ഞങ്ങളെ 4 പേരെ ഉட்கார വെച്ച് ഞങ്ങൾ 4 പേരും ഇരിക്കാൻ മത്സരം തുടരട്ടെ. തുടരട്ടെ. പാസ്റ്റർ പിടിക്കാണ്ടൊരു വലിയ സന്തോഷമാണ്. ശാസ്ത്രകൂലി സന്തോഷമാണ്. അപ്പൊ ജനങ്ങൾ சொன்னார்கள், അപ്പൊ ആളുകൾ പറഞ്ഞു പാസ്റ്റർ പോട്ടി നടക്കട്ടെ, ഞങ്ങളിപ്പം പോകുന്നില്ല. മത്സരം തുടരട്ടെ, ഞങ്ങളും ഇരിക്കാം. കാരണം 1 മണിക്ക് കൂട്ടം മുടിക്കണം, 1 മണിക്ക് മീറ്റിംഗ് നിർത്തണം, 2 അല്ല 3 അല്ല 4 മണിക്ക് മുടിച്ചാലും പറവല്ല. 4 മണിയായാലും ഞങ്ങൾ ഇരുന്നോളാം. പോട്ടി നടക്കണം. ഈ മത്സരം നടക്കും. മറുപടിയും ഭയങ്കര പോട്ടി. പിന്നെ നല്ല മത്സരങ്ങളും ദേവനുമായി ദൈവത്തിന് വന്നു. அப்படி போட்டி நடக்கும்போது ഈ മത്സരം നടക്കുമ്പോൾ ஒரு ചെറിയ തമാശ. ചെറിയൊരു തമാശ. പാസ്റ്റർ വിളിച്ചാണ്ട പിള്ളേക്ക് ടീ വാങ്ങി കൊടുക്കാം. വിളിക്കാണ്ട് ചായ വാങ്ങിക്കും. അവർ കുടിച്ചിട്ടേ ഇരിക്കും. താൻ കുടിച്ചോണ്ടിരിക്കും. ഈ ജോഷുവ പോയി ഒരു വസന്തം, ഞങ്ങൾക്കും കുടിക്കുന്നതുക്കും അധികാരമില്ലയാ, ഞങ്ങൾക്ക് കുടിക്കാൻ അധികാരമില്ലയോ? നിനക്കും അധികാരം അവന് കാപ്പി വാങ്ങി. അവന് അധികാരം, അവന്റെ ബുദ്ധി വരും. അവന്റെ ബുദ്ധി ഞങ്ങൾക്ക് സാപ്പിടുന്നതുക്കും കുടിക്കുന്നതുക്കും അധികാരമില്ല. തിന്നുവാനും കുടിക്കുവാനും ഞങ്ങൾക്കും അധികാരമില്ല. നിങ്ങൾക്ക് അധികാരം ഉണ്ട്, വാങ്ങിട്ട് വേണം. അവർക്ക് മേടിച്ചു 4 പേർക്ക് ടീ കൊടുക്കും, 4 പേർക്കും ചായ കൊടുക്കും. ദേവനുக்கு മഹിമ. ദൈവത്തിന് കൊടുക്കും. കടസിൽ ജോഷുവാவுக்கு ഫസ്റ്റ് പ്രൈസ്. ഈ ജോഷുവായ്ക്ക് തന്നെ 1ാം സമ്മാനം കിട്ടും. അത് എത്ര വസനം പഠിച്ചിരുന്നു தெரியுமா? എത്ര വാക്യം പഠിച്ചു? 4000 വസനം. 4000. இன்னைக்கு നമ്മുടെ പിള്ളേർ എത്ര വസനം പഠിച്ചിരിക്കും? ഇവിടെ കുഞ്ഞു കുട്ടികളിൽ എത്ര വാക്യം? 4 വസനം தெரியுமா? 4 വാക്യം അറിയാമോ? 23 സംഗീതം தெரியுமா? കർത്തരൻ മേക്കലായിരിக்கலாம் താഴ്ച അടയും. 23 സങ്കീർത്തനം അറിയാമോ? ഇപ്പൊ വായിക്കണേനാവും. ഇപ്പൊ ഇങ്ങനെ ഒന്ന് சொல்ல முடியும்? ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? മിഠായി തരാം. കഴിഞ്ഞു. പിള്ളേർക്ക് ഇപ്പൊ വസനം தெரியாது. കുട്ടികൾക്ക് പോയി വാക്യം അത് വലിയ പിന്മാറ്റം. വലിയ പിന്മാറ്റം. മുൻകാലങ്ങളിൽ இந்த കേരളാവില് ഈ കേരളത്തിൽ 119 സംഗീതം പിള്ളേർ സൺഡേ സ്കൂളിൽ പാരാமல் പഠിക്ക வேண்டும். സൺഡേ സ്കൂളിലെ 119 സങ്കീർത്തനം കാണാതെ പറയണമായിരുന്നു. അനേകർ പഠിത്താറ്, അനേകർ പഠിക്കും. അவ்வளவு ഉത്സാഹമായിരുന്നത്. ഇത്രയും ഉത്സാഹത്തോടെ പെற்றോറുകൾ പോലും തങ്ങളുടെ പിള്ളേരെ വസനം പഠിക്ക വെക്കരുത്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വാക്യം പഠിപ്പിക്കുന്നില്ല. ഒരിടത്തില് ഒരു നടന്ന സംഭവം. നടന്ന കാര്യം. നാളേക്ക് സൺഡേ സ്കൂൾ പരീക്ഷ. നാളെയാണ് സൺഡേ സ്കൂൾ പരീക്ഷ. ദേവനൊക്കെ മഹിമ. ദൈവത്തിന് പോയി. അപ്പൊ എല്ലാവരും നല്ല പാഠങ്ങൾ പഠിച്ചു വര വേണ്ടുമെന്ന് ഞാൻ ചൊല്ലി അണക്കിനെ. എല്ലാവരും പാഠമൊക്കെ പഠിച്ചിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞു വിട്ടതാണ്. അവൻ പാഠം പഠിച്ചിട്ടുണ്ട്. അവൻ പാഠം പഠിച്ചുകൊണ്ടിരിക്കും. ഒരു പയ്യൻ അപ്പോ അവന്റെ അപ്പ സിനിമ പാത്തിട്ടുണ്ട്. അപ്പൻ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അവനന്റെ സഭയിലെ ഇന്റർപ്രറ്റർ. അവൻ സഭയിലെ ഇന്റർപ്രറ്ററാണ്. ഊഴിയക്കാരനോട് അടുത്തിരിക്കുന്ന മനുഷ്യൻ വേലക്കാരനെ അടുത്തേക്കുന്ന ഒരു മനുഷ്യൻ. വാടാ ഇങ്ങ ഇവിടെ വാ, സിനിമ പടം പാര്. സിനിമ കാണാം. അപ്പ എനിക്ക് നാളേക്ക് സൺഡേ സ്കൂൾ പരീക്ഷ. അപ്പൊ നാളെ സൺഡേ സ്കൂൾ പരീക്ഷയാണ്. ഞാൻ പഠിക്കണം. എനിക്ക് പഠിക്കണം. பாஸ்டர் நேற்றுக்கு சொன்னது நீங்க தானே இன்டர்பிரட் பண்றீங்க. ഭാഷനെ പറഞ്ഞപ്പോൾ കൂടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തല്ലേ. എല്ലാ പിള്ളേരും പഠിക്ക വേണ്ടും. എല്ലാ കുട്ടികളും നന്നായി പഠിക്കണം. നല്ല പഠിച്ച് നന്നായി പഠിച്ച് ആയത്തപ്പെടുത്തി നിങ്ങൾ വര വേണ്ടും എന്ന് சொன்னது நீங்க தானே. ഒരുങ്ങി വരണമെന്ന് കൂടെ ഏറ്റു പറഞ്ഞതല്ലേ. അവർക്ക് കോപമുണ്ടായി. എനിക്ക് ദേഷ്യമുണ്ട്. அந்த നോട്ട് ബുക്ക് വാങ്ങി നോട്ട് ബുക്ക് എടുത്ത് കിഴിച്ച് വലിച്ചത്. அவர மனைவி சொன்னாங்க, என்ன பண்றீங்க நீங்க? ഭാര്യ എന്തായി ചെയ്യുന്നത്? தேவ வசனத்தை கிழிக்கிறதா? ദൈവവചനം കീഴ്ക്കളയും. பாடத்தை തീർന്നു. அது எப்படி பாடம் படிக்கும்? പിന്നെ അവൻ എങ്ങനെ പഠിക്കും? அவன் சண்டே ஸ்கூல் ஒன்று எழுதவன். സൺഡേ സ്കൂൾ പരീക്ഷ சண்டே ஸ்கூல் எழுதி பரீட்சை பாஸ் பண்ணி என்ன கிடைக்க போகுது? സൺഡേ സ്കൂൾ പരീക്ഷ എഴുതി വിജയിച്ചിട്ട് എന്തോ കിട്ടാൻ. சபையில டிரான்ஸ்லேட் பண்றவன், സഭയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ്. സഭയിലെ എച്ചം. സഭയിലെ ഹെഡ് മാസ്റ്റർ. ചിലർക്ക് അതൊരു വലിയ പെരുമ. ചിലർക്ക് അത് ഭയങ്കര എച്ചം. സൺഡേ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ. ഞാൻ ടീച്ചർ. ഞാനൊരു അധ്യാപകൻ. എന്റെ ടീച്ചർ ചെയ്തത് പാരുங்க. ടീച്ചർ നോക്കുക. അത് ഹൃദയത്തിൽ ഒന്നുമില്ല. ഹൃദയത്തിൽ ഒന്നും ഇല്ല. ജയമില്ല. ജയമില്ല. മനവി ரொம்ப திருப்தி போட்டாங்க. ഭാര്യ വളരെ ശാസിച്ചു. நீங்க இப்படி செய்தது பெரிய தப்பு. ചെയ്ത വലിയ തെറ്റായി. നമ്മുടെ കുടുംബത്തിന് ഏതോ പെരിയ ശാപം വരപ്പോ. നമ്മുടെ കുടുംബത്തിന് ഒരു വലിയ ശാപം വരാൻ പോവുകയാണ്. ഉടനെ പുറപ്പെട്ട് വിശ്വാസ വീട്ടിൽ പോയി ബ്രദറിന്റെ പോയി മന്നിപ്പ് കേട്ടിട്ട് വാങ്ങ. ഉടനെ ബ്രദറിനോട് ക്ഷമ ചോദിക്കണം. അവരൊന്നും വരവില്ല. താൻ ഒന്നില്ല. എന്നെ മനവി എനിക്ക് ഫോൺ பண்ண. ഭാര്യ എനിക്ക് ഫോൺ ചെയ്തു. പാസ്റ്റർ സീക്കിരം വീട്ടിലേക്ക് വാങ്ങ. പാസ്റ്റർ പെട്ടെന്ന് വീട്ടിൽ വരണം.
இப்படி நடக்கும். കാര്യങ്ങളിൽ எந்த ഇങ്ങനെയൊക്കെയാണ്. வீட்டில் இப்ப ஏதோ ஒரு பெரிய சாபம் வரப்போகுது, എന്റെ വീട്ടിൽ ഒരു വലിയ ശാപം பெரிய വരാനും ஆபத்து വലിയ வரப்போகுது. അപകടം വരാനും அதிலிருந்து தேவன் எங்களை விடுவிக்கும்படியா ദൈവം ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കേണ്ടത്. வந்து ஒரு ஜெபம் பண்ணுங்க. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. இதான் விஷயம். ഇതാണ് കാര്യം. வேணை நீங்க புருஷகிட்ட கேட்டுக்கொள்ளுங்க. വേണമെങ്കിൽ എന്റെ ഭർത്താവിനോട് അന്വേഷിക്കാം. ഞാനും പക്കത്തിൽ ഉட்கார்றேன். ഞാൻ അടുത്തിരിക്കാം. நான் போனேன். ഞാൻ ചെന്നു. என்ன பண்றது நடந்தது? ബ്രദർ എന്താണ്? ஒன்றுமில்ல. ഒന്നുമില്ല. நான் அந்த புக்கு இப்படி வாங்கின உடனே அவன் அப்படி வாங்கினான். அதாவது கிழிஞ்சு ഞാൻ ഇങ്ങോട്ട് വലിച്ചു, അവൻ അങ്ങോട്ട് വലിച്ച് കീറിപ്പോയെന്നേ ഉള്ളൂ. இது புக்கு வாங்கி கிழிச்சு போட்டவர் தான். ഇത് താൻ കയ്യിൽ വാങ്ങി താൻ കീറിയതാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് വന്നു. கடைசியில் அன்றைக்கு ராத்திரியில രാത്രിയിൽ அவரை கழுத்துல ஒரு பெரிய வீக்கம் வந்தது. കഴുത്തിൽ ഒരു വലിയ മുഴ വന്നു. கழுத்து திருப்ப ആ முடியாது. കഴുത്ത് ജനിപ്പിക്കാൻ കഴിയും. ஆஸ்பத்திரியில் போனார். ആശുപത്രിയിൽ പോയി ஏதோ ஒரு ஆபரேஷன் வேண்டும் என்று சொன்னார். ഒരു ഓപ്പറേഷൻ വേണമെന്ന് மூன்றாம் நாளில் മൂന്നാം നാളിൽ பரிதாப நிலைமையில் ദയനീയമായി அவர் இறந்து விட்டார். മരിച്ചുപോയി. தேவனுக்கு மகிமை. ദൈവത്തിന് വന്നു. வசனத்தோட போட்டி போடாதே. വചനത്തോടെ മത്സരിക്കരുത്. வசனம் படித்தால் என்ன கிடைக்கும் என்று கேள்வியை கேட்காத. വചനം പഠിച്ചിട്ട് എന്ത് കിട്ടാനാണെന്ന് ചോദിക്കരുത്. வேதம் என்ன சொல்லுகிறது? ബൈബിൾ എന്ന് പറയുന്നു. 119 சங்கீதம் 11 வசனத்தில் என்ன வாசிக்கிறோம்? 119 സങ്കീർത്തനത്തിന്റെ 11 വാക്യം. உமக்கு விரோதமாக பாவம் செய்யாதபடிக்கு உமது வார்த்தையை எனக்குள் வைத்து നിന്നോട് வைத்து പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വചനത്തിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ஜெய ஜீவியம் செய்யும்படிக்கு தேவனுடைய வசனம் நம்முடைய ஹிருதயத்துக்குள் காணப்படும். ജനജീവിതം നയിക്കേണ്ടതിന് ആ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ കാണപ്പെടുകയും அப்போ அநேகாயிரம் வசனங்கள் நீ படித்தாலும் கூட അനേകായിരം വചനങ്ങൾ പഠിച്ചാൽ പോലും இந்த வசனம் உனக்குள் கிரியை செய்ய வேண்டும். വചനത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കണം. இல்லாவிட்டால் பிரயோஜனம் இல்லை. അല്ലെങ്കിൽ പ്രയോജനമില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த வசனத்தின்படி நீ ஜீவிக்க வேண்டும். ആ വചനപ്രകാരം ജീവിക്കണം. வசனத்தின்படி ஜீவிக்கும் போது വചനപ്രകാരം ജീവിക്കുമ്പോൾ உனக்கு ஜெயம் உண்டாகும். ജയമുണ്ടാകും. உபதேசத்தின்படி நாம் ஜீவிக்க வேண்டும். നാം ഉപദേശപ്രകാരം ജീവിക്കണം. உபதேசத்தின்படி ஜீவிக்க ഉപദേശപ്രകാരം ജീവിക്കുവാൻ நமக்கு ஒரு வேறுபாடு ஜீவியம் தேவை. നമുക്കൊരു വേർപാട് ജീവിതം വേണം. நேரமாய் விட்டது, കഴിഞ്ഞു. சீக்கிரம் முடிக்கிறேன். പെട്ടെന്ന് തീർക്കാം. நமக்கு ஒரு வேறுபாடு ஜீவியம் தேவை. വേർപാട് ജീവിതം വേണം. வசனத்தின்படி நீ ஜீவிக்க வேண்டுமானால் വചനപ്രകാരം ജീവിക്കണമെങ്കിൽ அந்த வசனம் பாராமல் படித்தால் போதா, കാണാതെ പഠിച്ചാൽ പോരാ. அதுக்கு ஒரு அபிஷேகத்தை பெற்றுக்கொண்டு അതിനൊരു അഭിഷേകം പ്രാപിച്ച് அதுக்கு ஒரு வேறுபாடு ஜீவியம். വേർപാട് ജീവിതം വേണം. வேறுபாடு ஜீவியம் எதற்காக? എന്തിനാണ് വേർപാട് ജീവിതം? 4 விஷயத்துக்காக. 4 കാര്യങ്ങൾക്ക്. இதை பழைய ஏற்பாட்டில் மோசைக்கு தேவன் சொல்லிக் கொடுத்த சத்தியம். പഴയ നിയമത്തിൽ മോശയെ പഠിപ്പിച്ച സത്യം. யாத்திராகமம் 19 அதிகாரத்தில் வாசிக்கும்போது പുറപ്പാട് 19 അധ്യായത്തിൽ 13, 14 வசனங்களை வாசிக்கும்போது 13, 14 വാക്യങ്ങൾ. அவர்கள் எனக்கு சொந்த ஜனமாகும்படி, അവർ എനിക്കൊരു പ്രത്യേക என்ற சம்பத்தாகும்படி, എനിക്കൊരു പ്രത്യേക സമ്പത്തായിരിക്കും. சம்பத்தாகும். സമ്പത്താകും. இரண்டாவது அவர் எனக்கு ஒரு பரிசுத்தராக மாற்றப்பட வேண்டும். അവർ എനിക്കൊരു വിശുദ്ധ பரிசுத்த ஜனங்கள். അവർ എനിക്കൊരു വിശുദ്ധ ജനമായിരിക്കേണ്ടത്. மூன்றாவது அவர்கள் ஆசாரிய கூட்டமாக மாற வேண்டும். അവർ എനിക്കൊരു രാജകീയ പുരോഹിതവർഗമാണ്. நாலாவது നാലാമത് லேவியாகமம் 20 அதிகாரம் 26 வசனத்தின்படி 26 அவர் சொந்த ஜனமாக. അവരുടെ സ്വന്തം ജനം. அதுக்கு நீங்கள் வேறுபட்டு ஜீவிக்க வேண்டும் என்ற பிரமாணம், உபதேசம் பழைய ஏற்பாட்டில் மோசையின் மூலமாக தேவ ஜனங்களுக்கு தேவன் கொடுத்தார். അതിനായി വേർപെട്ട ജീവിതം നയിക്കണമെന്നുള്ള പ്രമാണം ദൈവം മോശ മുഖാന്തരം വഴി നിയമത്തിലെ ജനത്തിന്. ஜெய ஜீவியம் செய்ய வேண்டுமானால் ആകയാൽ ജയജീവിതം നയിക്കണമെങ്കിൽ நமக்கு ஒரு வேறுபாடு ஜீவியம் தேவை. നമുക്കൊരു വേർപാട് ജീവിതം വേണം. வேறுபாடு ஜீவியம் இராவிட்டால் വേർപാട് ജീവിതമില്ലായി நீங்க வேலை செய்கிற இடத்தில் നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് அவர்கள் எல்லாம் பல இந்துக்களாயிருக்கலாம். അവർ മറ്റു പല മതസ്ഥരായിരിക്കാം. ஒரு பண்டிகை உண்டு. எந்த பண்டிகை? பூஜை எல்லாம் செய்கிற பண்டிகை. ആ ഈ പൂജയൊക്കെ ചെയ്യുന്നതായ ഉത്സവങ്ങൾ. அந்த இடத்துல நீங்க வேறுபட்டு ஜீவிக்க வேண்டும். അവിടെ നിങ്ങൾ വേർപെട്ട് ജീവിക്കണം. அவன் தருகிறதான அந்த பிரசாதத்தை நீ வாங்கி சாப்பிடக்கூடாது. തരുന്നതായ പ്രസാദം വാങ്ങി ഭക്ഷിക്കരുത്. 1 கொரிந்தியர் 8 அதிகாரம் 1 வசனத்தில் வாசிக்கிறோம். 1 കൊരിന്ത്യർ വായിക്കുക. வேறுபட்டு நீ ஜீவிக்க வேண்டும். വേർപെട്ട് ജീവിക്കണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்படி வேறுபாடு ஜீவியம் இராவிட்டால் உனக்கு ஜெய ஜீவியம் இல்லை. വേർപാട് ജീവിതമില്ലേ? ജയജീവിതമില്ല. ஒன்று நீ சம்பத்தாகும்படிக்கு. ദൈവത്തിന് സമ്പത്താകുക. எதற்காக வேறுபாடு ஜீவியம்? ഇതിനാണ് വേർപാട് அப்படி ജീവിതം. அநேக விசுவாசிகள் கேட்கிறார்கள். അനേക വിശ്വാസം. எதற்காக வேறுபாடு ஜீவியம்? എന്തിനാണ് ഈ വേർപാട്? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. யாரோடும் கசப்பாக வைராக்கியமாக நாம் இருக்கிறதுக்கு அல்ல. നാം ആരോടും വിദ്വേഷവും പകയും വെച്ച് ജീവിക്കുകയില്ല.
ഉപദേശത്തിൻപടി ചില വിഷയങ്ങളിൽ നാം വേർപെട്ട് ജീവിക്കും. ഉപദേശപ്രകാരം ചില കാര്യങ്ങളിൽ വേർപെട്ട് ജീവിക്കും. അതുതന്നെ യെശയ്യാ 52-ാം അധികാരം 16-ാം വചനത്തെ വാസിക്കുന്നു. യെശയ്യാവ് 52:11 പാത്രങ്ങളെ സുമക്കുന്ന ആസാര്യരെ, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്ന പുരോഹിതന്മാരെ, നിങ്ങൾ അവരെ വിട്ട് വിലകി ജീവിച്ചു. നിങ്ങൾ അവരെ വിട്ട് വേർപെടുവീൻ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പുറപ്പെട്ടു പോങ്കൽ, പുറപ്പെട്ടു പോങ്കൽ, പുറപ്പെട്ടു പോങ്കൽ. വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ. പാത്രങ്ങളെ സുമക്കുന്ന ആസാര്യരെ, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്ന പുരോഹിതന്മാരെ, അവരുടെ മധ്യയിൽ വേർപെട്ട് ജീവിച്ചു. അവരുടെ മധ്യയിൽ നിന്ന് വിട്ടുപോരുവീൻ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. വേർപാട് ജീവി എவ்வளவு മുഖ്യം. വേർപാട് ജീവിതത്തിൽ പ്രധാനപ്പെട്ടത്. தேவாதி தேவன் என்ன சொல்லுகிறார்? ദൈവാദി ദൈവം എന്ന് പറയും. 2 കൊരിന്ത്യർ 6-ാം അധികാരം 16-17 വചനങ്ങളെ വാസിക്കുന്നു. 2 കൊരിന്ത്യർ 6:16-17 അശുദ്ധമാനതെ തൊടാതെ, അശുദ്ധമായതൊന്നും തൊടരുത്. അശുദ്ധമാനതെ നീ ചെയ്യാതെ, ശുദ്ധമായത് പ്രവർത്തിക്കരുത്. അവരുടെ മധ്യയിലിരുന്ന് പുറപ്പെട്ടു പോകും. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിക്കും. അപ്പോത് ഞാൻ ഉനക്ക് ദേവാദി ദേവനായിരിക്കും, അപ്പോൾ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. പിതാവായിരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവായി, നിങ്ങൾ എനക്ക് കുമാരരും കുമാരത്തികളുമായിരിക്കും. നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. தேவாதி தேவன் நமக்கு பிதாவாய் இருக்க வேண்டுமானால், ദൈവാദി ദൈവം നമ്മുടെ പിതാവായിരിക്കണം. நாம் அவருக்கு குமாரரும் குமாரத்திகளுமாய் இருக்க வேண்டுமானால் നാം തന്നെ പുത്രന്മാരും പുത്രിമാരും ആകണമെങ്കിൽ வேறுபட்டு ஜீவிக்க வேண்டும். വേർപെട്ട് ജീവിക്കണം. அப்போ 4 விஷயத்துக்காக வேறுபட்டு ஜீவிக்க. 4 കാര്യങ്ങൾക്കായി വേർപെടുകയും. இது பரிசுத்த பேதுரு വിശുദ്ധ പത്രോസ് புதிய ஏற்பாட்டில் പുതിയ നിയമത്തിൽ அவருடைய நிரூபத்தில் எழுதினார். തന്റെ ലേഖനത്തിൽ എഴുതി. பழைய ஏற்பாட்டு பரிசுத்தவான்களுக்கு மட்டுமல்ல, പഴയ നിയമ ഭക്തന്മാർക്ക് മാത്രമല്ല, புதிய ஏற்பாட்டு பரிசுத்தவான்களுக்கும் வேறுபாடு ஜீவியம் தேவை. പുതിയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് വേർപാട് വേണം. 1 பேதுரு 2-ാം അധികാരം 9-ാം വചനത്തെ നാം വാസിക്കുമ്പോൾ 1 പത്രോസ് 2:9 വായിച്ചാൽ அங்க என்ன അവിടെ வாசிக்கிறோம்? എന്ത് വായിക്കും? வாசிங்க. நீங்களோ உங்களை அந்தகாரத்தில் நின்று தம்முடைய ஆச்சரியமான உரையிடத்திற்கு வரவழைத்தவருடைய புண்ணியங்களை அறிவிக்கும்படி தெரிந்து கொள்ளப்பட்ட சந்ததி பாத்தீங்களா, சந்ததியாயும் ராஜரீகமான ஆசாரிய கூட்டமாயும் பரிசுத்த ஜாதியாயும் அவருக்கு சொந்த ஜனங்களுமாயிருக்க வேண்டும். இந்த யாத்ராகமம் 19-ஆம் அதிகாரம் 13-14 வசனத்திலே வசனமும், லேவியாகமம் 20-ஆம் அதிகாரம் 26-ஆம் வசனமும் சேர்த்து பரிசுத்த பேதுரு புதிய ஏற்பாட்டு சபைக்கு அது ஒரு உபதேசமாக எழுதுகின்றார். പുറപ്പാട് 19:13, ലേവ്യർ 20:26 ഇത് രണ്ടും ചേർത്തിട്ടാണ് പത്രോസ് പുതിയ നിയമസഭയ്ക്കുള്ള ഉപദേശമായി ഇതിനെ കൊണ്ടുവരുന്നത്. தேவனுக்கு ദൈവത്തിന് മഹത്വം. നമ്മളെ സമ്പത്தாக മാറ്റപ്പെട வேண்டும். നാം ഒരു പ്രത്യേക സമ്പത്താണ്. നാം സമ്പത്தாக മാറ வேண்டும். നാം ദൈവത്തിന്റെ സമ്പത്താണ്. വിശേഷിത്ത ജ്വല്ലറി എന്ന് നാം ഇംഗ്ലീഷിൽ വാസിக்கிறோம். ഒരു പ്രത്യേക സമ്പത്ത്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. അത് മൽക്കിയ 3-ാം അധികാരം 16-ാം വചനത്തെ വാസിക്കുമ്പോൾ മലാക്കി 3:16 ഞാൻ സമ്പത്തെ ചേർക്കും നാൾ എന്ന് ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായി, എനിക്കൊരു സമ്പത്തായിരിക്കും. അവർ എനിക്കൊരു നിക്ഷേപമായി. என்ன സമ്പത്ത്? എന്താണ് ആ നിക്ഷേപം? அதுதான் புதிய எருசலேம், சீயோன். പുതിയ യെരൂശലേം, സിയോൻ. நாம் சீயோனாக எருசலேமாக மாற்றப்பட வேண்டும். നാം പുതിയ യെരൂശലേമായി സിയോനായി മാറും. நாம் வேறுபட்டு ஜீவிக்க வேண்டும். വേർപെട്ട് ജീവിക്കണമെന്ന്. அடுத்து ஆசாரிய கூட்டமாக நாம் மாற்றப்படும். നാം ഒരു പുരോഹിത വർഗമാകും. പരലോകത്തിൽ ആരോരുടെ വംശമല്ല ആസാരിത്വം. സ്വർഗത്തിൽ അഹരോന്റെ ക്രമത്തിൽ വംശാവലിയിൽപ്പെട്ടവർക്ക് ഭൂമിയിൽ ஆரோனின் ஒழுங்கின்படி ஆசாரியர்களாக ஊழியம் செய்தார். அவர் பூமியில் அகரோனின் கிரமப்பிரகாரம் சுசுரூஷ செய்தார். ஆனால் பரலோகத்தில் சொர்க்கத்தில் அவர்கள் ஊழியம் செய்ய மாட்டார்கள். அவர் சுசுரூஷ செய்யவில்லை. தேவனுக்கு மகிமை. அங்கത്തെ ஆசாரியர்கள் யார்? ஆரானவருடைய புரோகிதன்மார். வெளிப்படுத்தின 1-ஆம் அதிகாரம் 6-ஆம் வசனத்தை வாசிக்கும் போது வெளிப்பாடு 1-ஆம் அத்தியாயம் 6-ஆம் வாக்கியம், தேவன் உங்களை ஆசாரியர்களாகவும் രാജാക്കളാகவும் അഭിഷേകം ചെയ്താർ എന്ന് വാസിക്കും. രാജാക്കന്മാരായി പുരോഹിതന്മാരായി വിളിക്കുവാൻ മെൽക്കിസദേക്കിൻ മുറമീൻപടി മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ஊழியத்துக்கு வந்ததான தேவ ஊழியர்கள் தான் பரலோக ராஜ்யத்திலே ஆசாரியர்கள். ശുശ്രൂഷയ്ക്ക് വന്നതായ ശുശ്രൂഷകരാണ് സ്വർഗത്തിലെ പുരോഹിതന്മാർ. அவர்கள் ஜெய ஜீவியம் உள்ளவராக வேறுபாடு ஜீவியம் உள்ளவராக காணப்பட வேண்டும். അവർ ജയജീവിതവും വേർപാട് ജീവിതമുള്ളവരാകും. அதுதான் வெளிப்படுத்தின 1-ஆம் அதிகாரம் 6-ஆம் வசனத்தில் நாம் வாசிக்கிறோம். വെളിപ്പാട് 6 വായിക്കുന്നു. தேவனுக்கு மகிமை. பரிசுத்த ஜாதியாக പരിശുദ്ധ ജനമായി பரிசுத்த ஜனமாக மாற்றப்பட வேண்டும். വിശുദ്ധ ജനമാകും. ஆவி
ஆத்ம சரீரம் முழுவதும் இயேசு கிறிஸ்து மகிமையில் வெளிப்படும்போது குற்றமற்றதாக இருக்கும்படி காக்கப்படுவதாக என்று நாம் வாசிக்கிறோம். ആത്മാവും പ്രാണനും ദൈവവും ശേഷമായി നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയിൽ അനിത്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടും. அந்த பரிசுத்தமே தேவாலயத்தின் பிரமாணம். ആ വിശുദ്ധിയാണ് ദൈവാലയത്തെ കുറിച്ചുള്ള പ്രമാണം. എസെക്കിയേൽ 43-ാം അധ്യായം 12-ാം വചനത്തെ വാസിക്കുമ്പോൾ എസെക്കിയേൽ 43:12 ஆலயத்தின் பிரமாணம் என்னவென்றால் ഇതാകുന്നു ആലയത്തെ കുറിച്ചുള്ള പ്രമാണം. அதனோட உச்சி எங்கும் അതിന്റെ അഗ്രവും எல்லை എങ്കും അതിന്റെ അതിരുമുള്ള அந்த சுற்றிலும் അതിന്റെ ചുറ്റിലും பரிசுத்தமாயிருக்கும். വിശുദ്ധമായി இதுவே தேவனுடைய ஆலயத்தின் பிரமாணம். ഇതാകുന്നു ദൈവാലയത്തെ കുറിച്ചുള്ള പ്രമാണം. உச்சியில் பரிசுத்தம், അതിന്റെ അഗ്രത്തിൽ വിശുദ്ധി, அதனுடைய எல்லை எங்கும் பரிசுத்தம், അതിർത്തിയിൽ വിശുദ്ധി, அந்த சுற்றிலும் பரிசுத்தம். അതിന്റെ ചുറ്റിലും വിശുദ്ധി. இது ஏதை வெளிப்படுத்துது? ഇതെന്തിനെ കാണിക്കുന്നു? இதுதான் 1 தெசலோனிக்கர் 5-ாம் அதிகாரம் 23-ாம் வசனத்தில் உங்கள் ஆவி ஆத்தும சரீரம் முழுவதும் குற்றமற்றதாக இருக்கும்படி காக்கப்படுவதாக. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ശേഷം അനിത്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ മനത് പരിശുദ്ധമുള്ളதாக കാണണം. മനസ്സ് വിശുദ്ധിയുള്ളതാകണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. மனதை பரிசுத்தமுள்ளதாக ஜெயமுள்ளதாக தேவனுக்கு ஏற்றதாக காணப்பட வேண்டும். മനസ്സ് വിശുദ്ധിയുള്ളതായി ജയമുള്ളതായി ദൈവത്തിന് യോഗ്യമായി மனதில் കാണപ്പെടും. பலவிதமான அம்சங்கள் உண்டு. മനസ്സിൽ പല ഘടകങ്ങളും எல்லாம் சொல்ல இப்ப நேரம் இல்லை. ഞാൻ പറയാൻ സമയമില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. 12:26 ആச்சு. 12:26 5 நிமிஷம் கூட மன்னிச்சு கொள்ளுங்க. ഒരു 5 നിമിഷം കൂടെ ശ്രമിക്കാം. 35 முடிக்கிறேன். 35 നിർത്തും. எனக்கு கால் ரொம்ப வலிக்குது. കാൽവേദന എനിക്ക് കൂടി அது വരുന്നു. பரவாயில்ல. സാരമില്ല. இங்க விழுந்து மறித்தாலும் எனக்கு சந்தோஷம். ഇവിടെ വീട് മരിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. நீங்க பாட்டு பாடி அடக்கம் பண்ணுவீங்க தானே? ഒരുപാട് അടക്കുമല്ലോ. அது குறைக்கும். கால் நல்லா குத்துது. നല്ല കുത്തി വലിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்போ பரிசுத்த அப்ப ஜெய ஜீவி